അതാ പോകുന്നേ. എന്റെ അള്ള, ഇതാരാ പെട്ടിയിൽ ഇരുന്നിട്ട് പോകുന്നത്? എടാ, നിങ്ങളൊന്നും എന്താ ഇത് കണ്ടിട്ട് അനങ്ങാത്തത്? അതടാ പോകുന്നേ. എടാ ഇക്രു, എടാ സുലൈമാനെ, ഇക്രു, നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ എന്ത് മിണ്ടാനാ? ഞങ്ങളും കാണുന്നുണ്ട് കുഞ്ഞാവിത്ത. എന്ത് കാണുന്നുണ്ട് നീ? ഇങ്ങോട്ട് നോക്കിയാൽ എങ്ങനെയാടാ കാണുക? നിങ്ങൾ അങ്ങോട്ട് നോക്കേ. അങ്ങോട്ടാണ് ആ സാധനം പോകുന്നത്. എവിടെ? അത് പോയാ? അവിടെയൊന്നും കാണുന്നില്ലല്ലോ. അത് പോയെന്നാ തോന്നുന്നത്. എടാ സുലൈമാനെ, അത് പോയി. എടാ പോയിന്നേ, എവിടെയോ പോയി. നിങ്ങളൊന്ന് ഭയം പൊട്ടി നിൽക്കണ്ട കുഞ്ഞാവിത്ത. എടാ സത്യടാ, അതിനെ കാണുന്നില്ല. ഓ ഏടി, അപ്പോൾ ഇതെന്തെന്നാ? എന്ത്? ഇതെന്താ? ഇത് തന്നെയല്ലേ ഞങ്ങൾ ഇത്രയും സമയം നോക്കുന്നത്? എന്നാൽ ഞാൻ ഇത്രയും സമയം കണ്ടത് ഇതല്ല, വേറെതാ. വേറെതാ? ഓ അവാടാ, ഞാൻ വേറെതാ കണ്ടത്. എന്നിട്ട് അതെവിടെ? അതാ അങ്ങോട്ട് നീങ്ങി പോയി. എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? അതന്നെ, ഇതൊക്കെ എന്നാ സംഭവം? എടാ, എനിക്ക് പേടിയാകുന്നുണ്ട്. ഇനി ഈ സ്കൂളിൽ വല്ല കുട്ടിച്ചാത്തനുമുണ്ടോ? ഇല്ലടാ, എന്റെ കാലിലൊന്നുമില്ല. ഓ, നിങ്ങളുടെ കാലല്ല, എന്റെ കാല്. ഒന്ന് മാറി നിൽക്ക്. എന്റെ കാല് ചവിട്ടിട്ട് നിനക്ക് സമാധാനിക്കാം. അതല്ലടാ, നീ അവിടെ നോക്ക്. അവിടെ എന്നാ? ആ കുട്ടിച്ചാത്തൻ നീങ്ങി പോകുന്നേ. എന്റെ അള്ളോ, ഈ കുട്ടിച്ചാത്തൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഇതെന്നാ മിണ്ടേണ്ടത്? നിങ്ങൾക്ക് സുഖം തന്നെയാണോ എന്ന് ചോദിക്കാനാ? അതല്ല, ഇതൊന്നും മിണ്ടുന്നില്ലല്ലോ. ഈ പെട്ടി മാത്രമല്ല അനങ്ങുന്നുള്ളൂ. എടാ സൽമാനെ, എന്താടാ ഇക്രു? ആ പെട്ടിയുടെ ബാക്കിൽ എന്താ ഒരു തൊപ്പി കാണുന്നത്? എന്റെ അള്ളോ, ഇത് വല്ല തൊപ്പി പ്രേതവുമായിരിക്കും. അതൊന്നുമില്ല. എടാ ഇക്രു, നീ ഇതെവിടത്തേക്ക് പോകുന്നത്? അത് നിന്നെ പിടിച്ച് തിന്നും. എടാ പേടിപ്പിക്കലടാ. നീ പിന്നെ ഇതെവിടത്തേക്കാ വലിയ ധൈര്യമുള്ള ആളെ പോലെ പോകുന്നത്? എടാ, എനിക്ക് തോന്നുന്നത് ആ പെട്ടിയുടെ ബാക്കിൽ നമ്മുടെ ചോട്ടപ്പാച്ചു ഉണ്ടെന്നാ. എന്ത് ചോട്ടപ്പാച്ചുവാ? നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചോട്ടപ്പാച്ചുവില്ലേ, അവൻ. നീ ഒന്ന് പോടാ അവിടുന്ന്. അവനെന്തിനാ ഇതുമെടുത്ത് നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കുന്നത്? അതെന്തിനാണെന്നൊന്നും എനിക്കറിയില്ല. നിനക്കിപ്പോൾ ഞാൻ കാണിച്ചു തരാം. എടാ പാച്ചു, ഒന്ന് പോടാ അവിടുന്ന്. അവനൊന്നുമല്ലാതെ തന്നെ. എടാ പാച്ചു, എന്താ? ഈ ചോട്ടപ്പാച്ചു. ഇപ്പോൾ നിനക്ക് വിശ്വാസമായില്ലേ? എന്നെന്തിനാ വിളിച്ചത്? എടാ ചെറുക്ക, നീ ഇങ്ങോട്ട് വാ. എന്താ? നീയാണോ ആ പെട്ടി ഇവിടെ വെച്ചിട്ട് പോയത്? ഞാൻ ആ പെട്ടിയും കൊണ്ട് വരുമ്പോൾ എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. അപ്പോൾ ഞാൻ ആ പെട്ടി ഇവിടെ വെച്ചിട്ട് വേഗം പോയി മൂത്രം ഒഴിച്ചിട്ട് വന്നു. എന്നിട്ട് ഈ പെട്ടിയും കൊണ്ട് പോകുന്നതാ. എന്താ? ഹേയ്, ഒന്നുമില്ല. ഈ പെട്ടി കാരണം എന്തൊക്കെ സംഭവിച്ചെന്ന് നിനക്കറിയാമോ? എന്താ സംഭവിച്ചേ? ഞാൻ പേടിച്ചു പോയി. ഇതാരാ? ഈ ഇക്രു എന്റെ ഏന്റിയാണ്. അല്ല, ഞാൻ ഈ ഇക്രുവിന്റെ ഏന്റിയാണ്. അല്ല, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല. നിനക്ക് മനസ്സിലായില്ലേ? ഞാൻ ഇവന്റെ ഏന്റിയാന്ന്. അതല്ല, നിങ്ങൾ ഈ ബോക്സിനെ കൊണ്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ടില്ലേ? അതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതൊന്നുമില്ലടാ, ഞങ്ങൾ വെറുതെ ഒന്ന് തെറ്റിദ്ധരിച്ചു. എടാ പാച്ചു, എടാ ഇതാടാ ഞാൻ നേരത്തെ കണ്ട സാധനം. എടാ പാച്ചു, ഈ പെട്ടി എവിടെ വെക്കേണ്ടത്? ഇതാരാ ഇതിന്റെ പുറകിൽ നിന്ന് വരുന്നത്? എടാ ഒന്ന് പറഞ്ഞുതാടാ. ഞാൻ കുറെ സമയമായി ഈ പെട്ടിയും കൊണ്ട് ഇങ്ങനെ നടക്കുന്നേ. എവിടെയോ പിന്നിൽ വെക്കാനാണ് പറഞ്ഞത്. അത് എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. എടാ, അത് സ്റ്റേജിന്റെ പിറകെ വെക്കാനാണ് പറഞ്ഞത്. എന്റെ അടുത്തുമുണ്ട് ഇതുപോലത്തെ പെട്ടി. അതും സ്റ്റേജിന്റെ പിന്നിലാണ് വെക്കേണ്ടത്. എന്നാ ഞാൻ ഇതവിടെ കൊണ്ടുവെക്കട്ടെ. ഇങ്ങനെ പോകുന്നതാണോ അത്? ഞാൻ വിചാരിച്ചു ആ പെട്ടി ഇങ്ങനെ തനിയേ പോകുന്നതാണെന്ന്. എന്നാ ഞാനും പോകട്ടെ. പെട്ടിയിനകത്ത് അവർ നിൽക്കുന്നുണ്ടാകും. അല്ല, എന്തിനാ അവർക്ക് ഈ പെട്ടി? അത് അവർക്ക് അവരുടെ പരിപാടി അവതരിപ്പിക്കുവാൻ. ഓ, അതിനായിരുന്നില്ലേ? ഈ പെട്ടി കാരണം മനുഷ്യൻ പേടിച്ചു പോയി. എടാ, നിങ്ങൾ ആരും പേടിക്കണ്ട കേട്ടാ. അത് വെറും പെട്ടിയാണ്, പെട്ടി. അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി. നിങ്ങൾ പ്രത്യേകം പറഞ്ഞു തരണ്ട. വെറുതെ ഓരോന്ന് ചിന്തിച്ച് പേടിച്ചു. എടാ, എന്നാൽ വാ, നമുക്ക് പോകാം അവരുടെ ആ പരിപാടി കാണാൻ. ആ പെട്ടിയെ കൊണ്ട് അവർ എന്ത് പ്രോഗ്രാമാ കളിക്കുന്നതെന്ന് നമുക്ക് കാണാലോ. അത് കാണാം. എന്നാൽ വേഗം വാ, പരിപാടി ഇപ്പോൾ തുടങ്ങും. ഇവർ ഇതെവിടത്തേക്കാ പോകുന്നത്? അങ്ങോട്ടല്ല. ഹലോ, നിങ്ങൾ ഇതെവിടത്തേക്കാ പോകുന്നത്? അങ്ങോട്ടല്ല, സ്റ്റേജ് ഇങ്ങോട്ടാ. ഇങ്ങോട്ടായിരുന്നോ? ഞാൻ വിചാരിച്ചു സ്റ്റേജ് അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ടാകുമെന്ന്. അവിടുന്ന് വായും പൊള്ളി നിൽക്കാണ്ട് വേഗം വാ, നമുക്ക് പരിപാടി കാണണ്ടേ.